കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സൂര്യനാരായണ പ്രഭാവതിയോട് പറയണം, അതെ എല്ലാരും എന്താണെങ്കിലും ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് പറയാണ്. ഈ സമയത്ത് അങ്ങോട്ട് സുമംഗല മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. അല്ല, പൂജ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, പക്ഷെങ്കില് ഈ പൂജയില് വിളക്കെടുക്കേണ്ടത് അപർണ മോളല്ലെന്ന് ചോദിക്കും. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? വീട്ടിലെ മൂത്ത മരുമോളല്ലേ വിളക്കെടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അബിയും ജാനകിയും കൂടെ അല്ലേ വിളക്കെടുക്കണ്ടേന്ന് ചോദിക്കും. പക്ഷെ പൂജ നടക്കണ്ടേ അമലിനും അപർണയ്ക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പൂജ നടക്കുമ്പോ അവര് വേണ്ടേ വിളക്കെടുക്കാന്ന് ചോദിക്കും. പ്രഭാവതി പറഞ്ഞു, അതൊന്നും ശരിയല്ലമ്മേ, ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നല്ലോ. ഇനിയിപ്പം എന്താണെങ്കിലും മാറ്റി ചിന്തിക്കാനും ശ്രമിക്കണ്ട, അവർ തന്നെ വിളക്കെടുത്തോട്ടെ. അബി ജാനകി തന്നെ വിളക്കെടുക്കണ്ടേന്ന് പറയാം. പക്ഷെ മുത്തശ്ശിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സുമംഗലാമ്മ അങ്ങോട്ട് പോവാണ്. ഈ സമയം സൂര്യനാരായണൻ പറഞ്ഞു, കേട്ടില്ലേ അമ്മ പറഞ്ഞിട്ട് പോയത്? എനിക്ക് ബലമായ സംശയമുണ്ട്. അമ്മയൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാ. ഇതേ ഇവിടെയുള്ള ആൺമക്കൾക്ക് അമ്മയുടെ സ്വഭാവം മനസ്സിലാകും, പക്ഷേങ്കിൽ ബാക്കി പുറത്തുനിന്ന് വന്ന പെൺകുട്ടികൾ അവരുടെ ഉള്ളിൽ ഒരു കാരണവശാലും ഇതൊരു പ്രശ്നമായി കൂടാന്ന് പറയണം. ഇതെല്ലാം കേട്ടുണ്ട് അപർണ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെ ജാനിയാണ് വിളക്കെടുക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും അവൾ വിളക്കെടുക്കാൻ പാടില്ല. വീട്ടിലെ മൂത്ത മരുമകൾ അവളാണെങ്കിലും ഇനിയിപ്പം സ്ഥാനം കൊണ്ട് അവളാണെങ്കിലും ആ സ്ഥാനത്തേക്ക് താൻ കയറാൻ പോവാ. താനായിരിക്കണം ഈ പൂജയ്ക്ക് വിളക്കെടുക്കട്ടെ, താനും അമലും ആയിരിക്കണം. അങ്ങനെ അധികാരങ്ങളൊക്കെ പതുക്കെ പിടിച്ചെടുക്കണം, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. ഈ സമയത്ത് അജയ് നിരഞ്ജനയുടെ ഇരിക്കുകയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, അല്ല ഇന്നെന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ എന്നെ കാണാനായിട്ട് അജയ് വീട്ടിലേക്ക് വരുമെന്ന് ചോദിക്കുക. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? അങ്ങനെ വന്നിട്ടുണ്ട് നിന്റെ അച്ഛനത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കാം. എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, അജയ് പുറത്തേക്ക് ഇറങ്ങി വരണം. അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാം, അജയ് എന്നെ കാണാൻ വന്നാൽ മതി എന്ന് പറയാം. അതെനിക്കറിയാം നീ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന്, അതുകൊണ്ട് അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, ഇനിയിപ്പോ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലുണ്ടായേക്കല്ലേ, പറഞ്ഞു കേട്ടല്ലേ? ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം. അപ്പോഴാണ് അജയുടെ ഫോൺ ബില്ലടിക്കുന്നത്. നോക്കി കഴിയുമ്പം അജയുടെ ഫ്രണ്ടാ വിളിക്കുന്നത്. എടാ, നിന്റെ കല്യാണം ഉറപ്പിച്ചില്ലേ, കൺഗ്രാജുലേഷൻസ് പറയുവാണ്. ഇത് കേട്ടതും പെട്ടെന്ന് കല്യാണോ? അതെ, നിന്നോട് ആരാ അത് പറഞ്ഞേ? അല്ല, ഉണ്ണിത്ത സാർ ഇന്ന് എല്ലാവരുടെയും കേൾക്കാൻ അനൗൺസ് ചെയ്ത കാര്യം അത്. മകൾ നിരഞ്ജനയുടെ കല്യാണമാണ്, അജയുമായിട്ടാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ടോ അജയ്ക്ക് കുരുക്ക് മനസ്സിലായി. അജയ് പെട്ടെന്ന് പറഞ്ഞു, എപ്പോഴാടാ പറഞ്ഞേ? അതിന് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്താണ് പറഞ്ഞത്. പക്ഷെ അജയോട് എനിക്കൊരു നീരസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് അജയ് ഉണ്ണിത്താൻ സാറിന്റെ മോളെ സ്നേഹിക്കുവെന്നും അതുകൊണ്ടാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നൊക്കെ. അതുകൊണ്ടാണ് അജയുടെ അനിയൻ അമ്മലിന്റെ തമ്പിയുടെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്നൊക്കെ പിന്നീടല്ല സത്യാവസ്ഥയൊക്കെ അറിയുന്നത്. എനിക്കിപ്പോ ആ നീരസമൊക്കെ മാറിയിട്ടോ. കാരണം സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ട് എന്താണെങ്കിലും അജയ് അവളെ വിട്ട് കളഞ്ഞല്ലോ, അത് നല്ല കാര്യമെന്ന് പറയാം. പിന്നീട് നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നീ സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലേ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തെ. അതെ, ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഇച്ചിരി തിരക്കാം, പിന്നീട് വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് അജയ് കോള് കെട്ടി വേണം. ഈ സമയത്ത് നിരഞ്ജന ചോദിച്ചു, ആരാ എന്താ? എന്റെ ഒരു ഫ്രണ്ടാ വിളിച്ചേ, നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞോണ്ട്. കല്യാണോ? ഇതൊരു കുരുക്ക. നിന്റെ അച്ഛൻ ഇതുവരെയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല നീ ഹോസ്പിറ്റലിലാന്നുള്ള കാര്യമൊക്കെ. അതറിഞ്ഞ നാണക്കേടല്ലേ? പാരം പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ രണ്ടിനും കല്യാണമാന്ന്. അത് എനിക്ക് വേണ്ടിയുള്ള കുരുക്കാന്ന് എനിക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ എന്റെ വീട്ടുകാർ വന്ന് പെണ്ണ് ചോദിക്കണം പോലും. അത് നടക്കുന്ന കാര്യമാണ് നിരഞ്ജന, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എനിക്കിട്ട് വന്ന പാരയല്ലേ, എനിക്ക് പിന്നെ പ്രതിരോധിച്ചല്ലേ പറ്റുള്ളൂ. നിന്റെ അച്ഛൻ നല്ല ഒന്നാം പണി തന്നെ എനിക്കിട്ട് തന്നിരിക്കുന്നത്. എന്റെ വീട്ടിൽ എന്തായാലും ഈ കാര്യം പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. പറഞ്ഞാലും അവരൊരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നും കൂടെ ഇല്ലെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അജയം കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ നിരഞ്ജനയുടെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം എന്താണ് സൂപ്പർ ആയിട്ടുണ്ട്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാര്യം എനിക്ക് ഇപ്പം മനസ്സിലായി. കാരണം അയാൾ ഇത്രയ്ക്ക് ദുഷ്ടനായ വിചാരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് അജയ് പുറത്തേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം നിരഞ്ജനയുടെ അമ്മയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. എത്ര പറഞ്ഞാലും രാജേട്ടൻ കേൾക്കില്ല. ഇവനെ ഇങ്ങനെ പിണക്കി അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തന്റെ മോളുടെ ഭർത്താവാൻ പോകുന്ന ആളാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം അപർണ നളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതേ ഞാൻ പറയുന്ന പോലെയൊക്കെ ചേച്ചി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. എന്താ മോളെ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണം എന്നുള്ള. ഒരു കാരണവശാലും ഇന്നത്തെ പൂജയ്ക്ക് വിളക്കെടുക്കുന്ന ജാനകി ആയിരിക്കരുത്. അവൾ ഒരു കാരണവശാലും ആ പൂജയ്ക്ക് വന്നുകൂടെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും. പിന്നീട് കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. മോളത് ശരിയാവോ? പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ല. ദേ ഈ അപർണയല്ലേ പറയണേ, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, എന്നാലും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ എന്നും പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട്
പോവാണ്. പിന്നീട് കാണിക്കുന്ന അജയ് തിരികെ പുറത്തു പോയിട്ട് വീണ്ടും നെടുഞ്ചിലയുടെ അരിയിലേക്ക് എത്തുവാണ്. അപ്പം നെടുഞ്ചിലയുടെ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, ദേ മോൻ കുറേ സമയമല്ലേ വന്നിട്ട്, ഈ ചായ കുടിക്കാനും പറഞ്ഞു ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ അജയ് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ണിത്താൻ അങ്ങോട്ട് കയറി വരുന്നത്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ട് നെടുഞ്ചില പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനം പറയണേ, അജയ് ഇവിടെ വന്നോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? ഇവൻ വന്നോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും മോഹമുണ്ടെ അതും കൂടെ കളഞ്ഞേക്കാൻ പറയാം. ഇത് കേട്ടതും നിരഞ്ജന പറഞ്ഞു, അച്ഛനല്ലേ അജയനെ എന്നെയും കൂടെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞ്, എന്നിട്ടിപ്പോ എന്താ അച്ഛൻ ഇങ്ങനെ പറയണേ? അതോ ഇവര് വീട്ടുകാർ വന്ന് കല്യാണം ആലോചിക്കട്ടെ എന്ന് വെച്ചു. നിന്റെ വീട്ടുകാർ വരുവാടാ. ഇത് കേട്ട അജയ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഒറ്റ എഴുത്തിന് എല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് എന്നോടുള്ള ശത്രുത ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഉണ്ണിത്താൻ പറഞ്ഞു, ഇറങ്ങി പോടാ അവിടുന്ന്, അവൻ വന്ന് നിൽക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മേലെ എന്റെ മോളെ കാണാൻ വരില്ലെന്ന്. ഇറങ്ങി പോകാനും പറഞ്ഞ് കഴുത്തിന് പിടിച്ചങ്ങ് വെളിയിലേക്ക് തള്ളുവാണ്. ഈ സമയം നിരഞ്ജനയുടെ അമ്മോട്, നിങ്ങൾ എന്താ മനുഷ്യയെ കാണിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ദേ അവൻ നിങ്ങളെ മോളുടെ ഭർത്താവ് ആണ്ടവനാ. നിങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? പിന്നെ മോളുടെ ഭർത്താവ്, ഇവൾക്ക് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? അങ്ങനെ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇവള് പരിപാടി കാണിക്കുമായിരുന്നോ? ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു, രണ്ടാമത് വീണ്ടും ശ്രമിച്ചിരിക്കുന്നു അവന് വേണ്ടിയിട്ട്. ഇത്രയും നാളും വളർത്തിക്കൊണ്ട് വന്ന് നമ്മളെ അവൾ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി. എന്നിട്ട് കണ്ടില്ലേ അവന്റെ പുറകെ പോയത്. ഇനിയിപ്പൊ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ശരിക്കും പറഞ്ഞ് ഇവളെ പറയണ്ടേന്ന് പറയാം. ഇത് കേട്ടതും നിരഞ്ജനയുടെ അമ്മ പറഞ്ഞു, കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണം. അതെ, സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവൻ വരട്ടെ, അവന്റെ വീട്ടുകാരെയും കൂട്ടി വരട്ടെ എന്ന് മാത്രം ഇവളെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ എന്തെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അത് അവന്റെ മനസ്സിലിരിക്കുള്ളൂ എന്ന് പറയണം. പിന്നീട് നളിനി പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. പിന്നീട് നല്ലോണം പറഞ്ഞതേ പായസമൊക്കെ ഗ്ലാസ്സിനകത്ത് ആക്കാന്ന് പറയാണ്. അങ്ങനെ അപർണ ടേസ്റ്റ് ചെയ്ത് നോക്കി. നളിനിക്ക് വെച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. ഞാൻ എന്തായാലും ഈ സാധനങ്ങളൊക്കെ എടുത്തു തന്നല്ലേ ഉള്ളൂ, മോളല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അപർണയോട് പറയാം. ഞാനങ്ങനെ അടുക്കളയിലൊന്നും കയറാറില്ല, പക്ഷെ അത്യാവശ്യം വന്ന സാഹചര്യത്തിൽ കയറുമെന്ന് പറയാം. അങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് പായസം ആദ്യം എടുത്ത് മാറ്റി, പിന്നെ അതിനകത്തേക്ക് കയ്യിലിരുന്ന് ആ പൊടി അങ്ങോട്ട് കലക്കുവാണ്. നളിനിക്കൊരു ഞെട്ടുണ്ടായി. ഇത് ജാനയ്ക്ക് കൊടുക്കണം, ഇതാരും കാണാതെ വേണം കൊടുക്കാനായിട്ട്. ബാക്കി ഗ്ലാസ്സുമായിട്ട് ഇതിച്ചിട്ട് മാറ്റി വെക്കണം. പിന്നെ അറിയാലോ, ഇത് അവള് കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് മയങ്ങിക്കിടക്കണം. അല്ല മോളെ, എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കൊന്നുമില്ല, കുറെ സമയം കിടന്ന് ഉറങ്ങത്തുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവള് പൂജയെ പങ്കെടുക്കല്, അത് മാത്രം എന്റെ ഉദ്ദേശം എന്ന് പറയാണ്. ഈ സമയത്ത് പ്രഭാവതി എങ്ങോട്ട് വന്നു. ആഹാ, ഇതുവരെയായിട്ടും പായസം ഒന്നും ഉണ്ടായി കഴിഞ്ഞില്ലേ? പെട്ടെന്ന് ഞാൻ അപർണ പറഞ്ഞു, ഇതേ റെഡിയായി കഴിഞ്ഞമ്മേ, അമ്മ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണേ. ഈ സമയത്ത് ഗ്ലാസ്സിനകത്ത് പകർത്തി വെച്ചിരുന്ന ആ പായസം പ്രഭാവതി എടുക്കാൻ തുടങ്ങണേ. അയ്യോ അത് വേണ്ട, അത് നള്ളി ചേച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ, അമ്മയ്ക്ക് വേറെ തരാന്ന് പറഞ്ഞ് വേറെ ഗ്ലാസ്സിനകത്ത് ഇച്ചിരി കൊടുക്കുകയാണ്. ഇത് കുടിച്ചു നോക്കിയിട്ട് പ്രഭാവതി കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നള്ളി പറഞ്ഞു, ഇതെല്ലാം അപർണ മോൾ ഉണ്ടാക്കിയതാ, എന്നെ കൂടെ ഒന്നിനും തൊടിയിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം. എന്താണ് മോൾക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന് പറയാം. എന്നാ ശരി, നിങ്ങൾ പായസമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു പറഞ്ഞിട്ട് പ്രഭാവ നേരെ അജയനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അജയനെ വിളിച്ചിട്ട് അവിടെയും കണ്ടില്ല. ഈ സമയം ജാനകി അങ്ങോട്ട് വന്നു. എന്താമേ, അജയനെ കണ്ടാലും ചോദിക്കും. ഇല്ല, അജയ് പുറത്തു പോയെന്ന് പൊന്നു വന്നിട്ട് പറഞ്ഞു. എങ്ങോട്ടാ പോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നു കഴിഞ്ഞപ്പത്തിനും അവൻ പോയി കഴിഞ്ഞായിരുന്നു പറയും. ദൈവമേ, ഇന്നും അവൻ പൂജയ്ക്കില്ലേ? ഇതിനു മുമ്പ് പൂജ നടത്തിയപ്പോഴും അവനില്ലായിരുന്നു, ഇന്നും കൂടെ പൂജയില്ല. അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയും? പൂജയ്ക്ക് വരാത്തവരെ വീണ്ടും പുറത്താന്നാ ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അവനാ ഹോസ്പിറ്റലിൽ കാണും, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയാണ്. അതേമോളെ ഇവിടെ ആരും അറിയില്ല കേട്ടല്ലോ? ഇല്ലമ്മേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ ജാനകി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നള്ളി അങ്ങോട്ട് അടുക്കളയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സുമകലം മുത്തശ്ശി വരുന്നുണ്ട്. ആഹാ, പായസം കൊള്ളാമല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ പായസമൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്? അല്ല, ഒരെണ്ണം എന്താ മാറ്റി വെച്ചിരിക്കുന്നത്? അതും കൂടി ആ ട്രേക്കകത്തേക്ക് എടുത്ത് വെക്കുവാണ്, ആ പൊടി കലക്കിയ പായസം. ഈ സമയം നള്ളി അങ്ങോട്ട് വന്നു. ഇതെന്താ നള്ളി, നീ പായസം അടുക്കള ഉണ്ടാക്കി വെക്കാനായിട്ടാണോ ഉണ്ടാക്കിയത്? എല്ലാവർക്കും എടുത്ത് കൊടുക്കണ്ടേന്ന് ചോദിക്കുക. ദൈവമേ, അല്ല ഇവിടെ ഇരുന്ന് പായസം അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചെന്ന് പറയണം. നള്ളിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയല്ലോ, വല്ലാത്തൊരു അവസ്ഥ. പിന്നീട് മുത്തശ്ശി പറഞ്ഞ് എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അമൃതയും ശരണ്യയും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ആഹാ, പായസമൊക്കെ റെഡി ആയിട്ടിരിക്കുന്നോളോ, അപ്പൊ നമുക്കിത് കൊടുക്കാന്ന് പറഞ്ഞ് അതങ്ങോട്ട് എടുത്തോണ്ട് പോവാണ്. അല്ല മോളെ, ഞാൻ കൊടുത്തോളാം നല്ലി പറഞ്ഞു. വേണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാൻ പറഞ്ഞ് ഇങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥ നള്ളി നിൽക്കുക, പെട്ടുപോയെന്ന് മനസ്സിലായി. പിന്നീട് പായസമായിട്ട് നേരെ വരുന്നത് അബിയുടെയും സൂര്യനാരായണന്റെ ഒക്കെ അടുത്തേക്കായിരുന്നു. ഈ സമയത്ത് മോൾ അവിടെ നിൽക്കുന്നത് പൊന്നു അബിയോട്, ഞാനും അച്ഛൻ്റെ കൂടെ വരട്ടേന്ന് നിൽക്കണം.
മോള് പതുക്കെ വന്നാൽ മതി, അമ്മയുടെ വന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പായസം കൊണ്ട് അങ്ങോട്ട് വരുന്നത്. എല്ലാവർക്കും ഓരോ പായസങ്ങളും കൊടുത്തു. എല്ലാവരും ഓരോ പായസം അങ്ങോട്ട് കുടിക്കുകയാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നള്ളി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.